പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരേ മാവിൽ ഒരേ ചേരുവയിൽ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ വെറും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് നെയ്യപ്പത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഞാനിതാ ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടൊരു 4 അച്ച് ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ചെറു ചൂടോടുകൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് തിളച്ച ചൂട് വേണ്ട, ചെറു ചൂടോടുകൂടിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം ചെറിയൊരു തരിതരിയോടുകൂടി അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി കുറച്ചുകൂടെ പച്ചരി ഉണ്ടായിരുന്നു, അത് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം അരച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത് അരി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ശർക്കരപ്പാനി മാത്രം ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റവ ചേർത്തൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് മാവൊക്കെ കുറച്ച് തിക്കായിട്ട് കിട്ടും നമുക്ക്. റവയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് മാവുള്ളത്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് നമുക്ക് മാവ് കുറച്ച് തിക്കായിട്ട് കിട്ടും. മൂടി വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവ് തുറന്ന് നോക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മാവൊക്കെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് നെയ്യപ്പവും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനി ലൂസാക്കി എടുക്കുക, അതുപോലെ തന്നെ മാവ് ടൈറ്റാക്കി എടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു കറക്റ്റ് അളവ് തന്നെയാണ്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും, പിന്നെ നമ്മൾ നെയ്യപ്പാണെങ്കിലും ഉണ്ണിയപ്പാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ചുട്ടെടുക്കുന്നതാണല്ലോ, അപ്പോൾ അപ്പൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു അപ്പസോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതുകൊണ്ട് ആദ്യം നെയ്യപ്പാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വയ്ക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരിക്കലും മാവ് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത്. മാവ് ഒഴിച്ചൊരു 10-30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ അപ്പം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നീട് മറുഭാഗവും ചെറിയ തീയിൽ വെച്ച് തന്നെ ഒരു 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നെയ്യപ്പം ഒരിക്കലും തീ കൂട്ടി വെച്ച് ചുട്ടെടുക്കരുത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ അപ്പവും ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. അപ്പം അതേ ഒരു മാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ണിയപ്പവും ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരേ മാവിൽ ഒരേ ചേരുവയിൽ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റുള്ള നെയ്യപ്പവും ഉണ്ണിയപ്പവും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.